ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനും മക്കളും മാത്രം പുറത്ത് പോയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ പോയത് പയ്യന്നൂർ മാളിലേക്കായിരുന്നു കേട്ടോ. പുറത്തിട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. കാരണം മാള് കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു എന്ന് പറഞ്ഞിട്ട് അത്രയും ത്രില്ലിലായിരുന്നു. അപ്പം ഇവർക്ക് സൂപ്പർ മാർക്കറ്റ് ഇതുപോലത്തെ മാള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 3rd ഫ്ലോറിൽ ഇതേപോലത്തെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വലിയ റേറ്റും കാര്യമൊന്നുമില്ല. നമുക്ക് 200 രൂപ കൊടുത്താൽ 9 കോയിൻ നമുക്ക് തരും. അപ്പോൾ ആ 9 കോയിൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിലൊക്കെ നമുക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പം ഇത് വന്നിട്ട് ഇച്ചു അതിൽ കയറാൻ വേണ്ടി ഇതിൻ്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് പോലും സത്യം പറയാൻ എനിക്ക് അറിയില്ല. കാരണം കുഞ്ഞുങ്ങൾ അത്രയും അപ്ഡേറ്റഡ് ആണെന്നല്ല ഇപ്പോഴത്തെ മക്കൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ണിന് വെച്ചാൽ എന്തൊക്കെയോ വിഷ്വൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കയറിയത്. കുറേ സമയം ഓൻ അതിൽ കയറിയിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ മോൻ കലമ്പുന്നുണ്ട്, ഉമ്മ ഒന്ന് ബഗിടാന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ചെറിയ ഓന് കയറാൻ പറ്റിയ ഇതിലൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്ത മോനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പുറത്തുനിന്ന് ഇറങ്ങുന്ന വരെ ഒന്നും മിണ്ടിയിട്ടുണ്ടായിട്ടില്ല. ഇടത്തിയ ശേഷമാണ് ഓന് ക്ലിക്കായത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഉണ്ടായത്. രണ്ടാളും കൂടി സ്കൂളും കൂടെ കട്ടാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 4 കോയിന് ഇട്ടാൽ നമുക്ക് അരമണിക്കൂറിലധികം ഇതിൻ്റെ ഉള്ളിൽ മാത്രം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റിയ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇവർ നല്ല കളിയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവരെവിടെയെങ്കിലും കുഞ്ഞുങ്ങളെവിടെയെങ്കിലും മിസ്സായി പോവുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പിന്നെ അവർ പുറത്ത് ഇറക്കുകയും ചെയ്യില്ല. അപ്പം ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഒരുപാട് തവണ ഇവർ പോയതാണ്, കയറിയതാണ്. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എല്ലാം ഒരു പുതുമ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ മദ്രസയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സാമിന്. അപ്പം ആ രീതിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. പിന്നെ നിയാസ ഉണ്ടായിട്ടില്ല. നിയാസക്ക് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞ് മക്കളെയും കൂട്ടിയിട്ട് പുറത്ത് പോയിക്കോ എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായി. അപ്പം ഇതിലൊക്കെ കയറണമെങ്കിൽ ഒരു കോയിൻ മതി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഏതായാലും ഒരു കോയിൻ ഇട്ടിട്ട് അവൻ കയറുന്നുണ്ടല്ലോ, നീയും കൂടെ അതിൽ സ്ഥലം ഉണ്ടല്ലോ, നീ അതിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചുനെയും കൂടെ അതിൽ കയറ്റാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എന്തൊക്കെയോ ഫുഡ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും ഓപ്പണായി വരുന്നതേ ഇല്ലൂ. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനും നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടി ഷോപ്പൊക്കെ ഉണ്ട്. ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പ് കാണുമ്പോൾ ഞാൻ അതിലൊക്കെ കയറുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മക്കൾ 2 പേരും എങ്ങനെ വെച്ചിട്ടും സമ്മതിക്കുന്നില്ല. എടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. നല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു പോപ്പി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ടോപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ മാളിൽ കയറിയാൽ എന്തായാലും എല്ലാ സാധനത്തിനും പുറത്തുനിന്ന് കാണിക്കുന്നതിനേക്കാളും റേറ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി സാധനം നല്ല അടിപൊളി സാധനം തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സാധനമാണ്. പിന്നെ എല്ലാം ഒന്ന് നോക്കിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് മക്കൾ നല്ലോണം വിശന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടു. സത്യം പറഞ്ഞാൽ ഫുഡ് എനിക്ക് വലിയൊരു അത്ര തൃപ്തിയായിട്ടുണ്ടായില്ല. പക്ഷേ ആംബിയൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഹോട്ടലിൻ്റെ പുറത്ത് തന്നെ ഉള്ളൊരു ചെറിയൊരു സ്നാക്സിൻ്റെ കടയാണ് കേട്ടോ അത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ റിക്ഷയൊക്കെ റിയാദ് മാളിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ റിയാദ് മാളിലേക്ക് പോവുകയാണ് നമ്മൾ. പക്ഷേ
മുമ്പൊക്കെ റിയാദ് മാളിൽ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞിട്ട് കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഒന്നും ഉണ്ടായിട്ട് അവിടെ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇവിടെ എല്ലാം ക്ലോസ് ആക്കിയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ പയ്യന്നൂർ സ്റ്റാൻഡിൽ നിന്ന് തന്നെ മോനൊരു വാച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് 3-4 ഷോപ്പിൽ കയറി കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് എത്തിപ്പെട്ട ഷോപ്പാണിത്. നല്ല അടിപൊളി നല്ല സർവീസാണ് അവിടെ. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായി. പിന്നെ അവിടെ നിന്ന് കുഞ്ഞിക്കൊരു സ്മാർട്ട് വാച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നേരെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ട് അപ്പോഴേക്കും സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ പിന്നെയും ഇവർ ഐസ്ക്രീമാണ് വിശക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഐസ്ക്രീമും അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മോന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് കുഴപ്പമാക്കുന്നുണ്ട്. പക്ഷേ രണ്ടാളും കൂടി നടക്കട്ടെ എന്ന് കരുതിയിട്ട് വൈകുന്നേരമല്ലേ, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് നല്ല സുഖമാണ് ഈ ഒരു സമയത്ത് ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം മറ്റൊരു റീസണും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഒരുപാട് റിസ്ക്കുകളുണ്ടാകും, പക്ഷെ എങ്കിൽ കൂടി അവരെ നല്ല നല്ല കാര്യത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പോഴത്തെ മക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് അതേപോലെ അവർ നല്ല രീതിയിൽ അവർ നമ്മളെ മുന്നിൽ കാണിച്ച് തരുന്നും ഉണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള മക്കൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുക. അവരെ എന്താ പറയുക, കൂടുതൽ അവർ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ കുറേയും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് യൂസ്ഫുള്ളാകും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഈ നടക്കുന്നത് പോലും കുറേ നടക്കാനുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അവരെന്നോട് പറഞ്ഞു ഉമ്മ നമ്മളെ കൊണ്ടുപോയില്ലേ, നമുക്കെല്ലാം ചെയ്തു തന്നില്ലേ. അത് ആ ഒരു ഇത് മൈൻഡിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ്. അപ്പം അവർക്ക് ആ നടത്തം അത്ര വലിയ ലോങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മടുപ്പായിട്ടോ ഒന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവരെ എന്ന് പറയുന്നത് തൃപ്തിപ്പെടുത്തണമെന്നില്ല. പക്ഷെ ചെറിയ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.